Good morning. Good morning, ma'am. Good morning. തുടങ്ങാമോ? ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ മെഡിക്കൽ റെക്കോർഡ്സിന്റെ പ്രോബ്ലം ലിസ്റ്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? പ്രോബ്ലം ലിസ്റ്റ് വരെയാണ് പറഞ്ഞത് കേട്ടോ. അത്രയും താങ്കളൊക്കെ ക്ലിയർ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഫയലിംഗ് മെത്തേഡ് അല്ലെ, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു 5 മെത്തേഡുകളൊക്കെ പഠിച്ചിരുന്നു അല്ലെ? സീരിയൽ നമ്പറിങ്, അതുപോലെ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്, അതൊക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ കണ്ടത് എന്താണ്, ഫോർമാറ്റുകളാണ്. ഇപ്പൊ പ്രധാനമായിട്ട് നമുക്ക് 3 ഫോർമാറ്റുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് SOMR, പിന്നെ POMR, പിന്നെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അങ്ങനെ നമുക്ക് 3 ഫോർമാറ്റുകളാണ് പഠിക്കാനുള്ളത്. അതിലെ SOMR നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് കേട്ടോ, ഒരു സോഴ്സ് വൈസ് ആയിട്ട്, ലബോറട്ടറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ലബോറട്ടറി റിപ്പോർട്ട്, അതുപോലെ റേഡിയോളജി ആണെങ്കിൽ റേഡിയോളജി റിപ്പോർട്ട്, അങ്ങനെ സോഴ്സ് ആയിട്ട് ഓക്കെ. അപ്പൊ അതിൽ നമ്മള് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് നമ്മൾ എന്താണ് വിവരങ്ങള് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിനെയാണ് SOMR എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ നമ്മുടെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് POMR ഫോർമാറ്റ് ആണ്. അപ്പൊ POMR എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രോബ്ലം ഓറിയന്റഡ് ആണ്. അപ്പൊ ആ ഒരു രോഗിയുടെ പ്രത്യേക പ്രശ്നങ്ങള് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ആശങ്കകള്, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് POMR എന്ന് പറയുന്നത്. അതാരാണ് മുന്നോട്ട് വെച്ചത്? ആ പേര് ഓർത്ത് വെക്കണം കേട്ടോ. ലോറൻസ് സെൽവീഡ് കേട്ടോ, ലോറൻസ് സെൽവീഡ് ആണ്. പിന്നെ അതിന്റെ ബേസിക് പാർട്ടുകൾ അല്ലെ, ഒരു POMR ഫോർമാറ്റിലോട്ട് നമ്മൾ കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുമ്പോൾ POMRനെ തന്നെ 4 പാർട്ടുകളാണുള്ളത്. ഇതൊക്കെയാണ് ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻസ്, അതുപോലെ തന്നെ പ്രോഗ്രസ് നോട്ട്. അപ്പൊ ഡാറ്റാബേസ് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു പേഷ്യന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളാണ് ഡാറ്റാബേസ്. ബേസ് ഡാറ്റയാണ് അല്ലെ? അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്തൊക്കെയാണ്? ചീഫ് കംപ്ലൈന്റ്, പ്രസന്റ് ഇൽനെസ്, പേഷ്യന്റിന്റെ പ്രൊഫൈല്, അവരുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ഡാറ്റ, അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, അതുപോലെ തന്നെ അവരുടെ ബോഡി സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ അല്ലെ, ഒരു റിവ്യൂ, അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻസ്, ബേസ് ലൈൻ ലബോറട്ടറി ഡാറ്റ. ഓക്കെ. പിന്നെ പറഞ്ഞു നമ്മൾ പ്രോബ്ലം ലിസ്റ്റ്. പ്രോബ്ലം ലിസ്റ്റ് നമ്മൾ പറഞ്ഞു ആ ഒരു റെക്കോർഡിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് നമ്മളൊരു ഫോം ഉണ്ട്, അതിനകത്താണ് കൃത്യമായിട്ട് നമ്മൾ പ്രോബ്ലംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ എന്തുമായിട്ടുള്ള പ്രോബ്ലംസ് ആണെന്ന് വെച്ചാൽ അവർ ആ ഒരു പേഷ്യന്റിന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, മെഡിക്കൽ മാത്രമല്ല അല്ലെ, സോഷ്യൽ, എക്കണോമിക്, ഡെമോഗ്രഫിക് പ്രോബ്ലംസ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു പ്രോബ്ലംസ് എപ്പോഴും നമ്മൾ ഏത് രീതിയിലാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്? അത് അറ്റ് ദ ലെവൽ ഓഫ് ഫിസിഷ്യൻസ് ഇന്റർപ്രിട്ടേഷൻ, ഒരു ഡോക്ടറുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ് നമ്മൾ ആ പ്രോബ്ലംസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് അല്ലെ. അല്ലാണ്ട് ഒരു കാര്യം, ഇത് റെക്കോർഡുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറുടെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷനിലായിരിക്കും നമ്മൾ പ്രോബ്ലംസിന് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ പ്രോബ്ലം ലിസ്റ്റില് നമ്മൾ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും ഫൈൻഡിങ്സുകളോ ഫിസിയോളജിക്കൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ പ്രോബ്ലം ലിസ്റ്റിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ പറഞ്ഞു പ്രോബ്ലം ലിസ്റ്റ് ഒരിക്കലും ഒരു സ്റ്റേബിൾ അല്ല അല്ലെ. അതെന്ന് വെച്ചാൽ അതില് അഡീഷൻസുകളും അതുപോലെ തന്നെ ചേഞ്ചസുകളും വന്നുകൊണ്ടിരിക്കും അല്ലെ. ഇപ്പൊ പുതിയൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പുതിയ പ്രോബ്ലംസ് അതിലോട്ട് ആഡ് ചെയ്യും. ഇനി പരിഹരിക്കപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അവിടെ നിന്ന് എടുത്തു മാറ്റും. അതുകൊണ്ട് പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും?
സ്റ്റേബിൾ ആയിരിക്കും. അതിൽ കൂട്ടിച്ചേർക്കലുകളും അതുപോലെ ചേഞ്ചുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ പറഞ്ഞത് പ്രോബ്ലംസ് ആർ മാർക്ക്ഡ് ഡ്രോപ്പ് ഡോട്ട് റിസോൾവ്ഡ്. എല്ലാ പ്രോബ്ലംസുകളും നമ്മൾ റിസോൾവ് ചെയ്തിട്ടുള്ള പരിഹരിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും നിലവിൽ നമ്മൾ പരിഗണിക്കുന്ന പ്രോബ്ലംസുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തവിടെ വെച്ചിരിക്കും. എന്നാലേ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റുള്ളൂ. പരിഹരിക്കപ്പെട്ട പ്രോബ്ലംസ് ഏതൊക്കെയാണ്, നിലവിൽ കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. അത് 2 ഭാഗങ്ങൾ കഴിഞ്ഞു. ബേസ് ഡാറ്റ കഴിഞ്ഞു, പ്രോബ്ലം ലിസ്റ്റ് കഴിഞ്ഞു. മൂന്നാമത്തെ പാർട്ട് എന്താണ് നമ്മൾ പറഞ്ഞത്? ഇനീഷ്യൽ പ്ലാൻസ് ആണ് അല്ലെ. എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം നമ്മൾ ബേസ് ഡാറ്റ കണക്ട് ചെയ്തു, പിന്നെ പ്രോബ്ലംസ് ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഇനി എന്ത് വേണം നമുക്ക്? ആ പ്രോബ്ലംസിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കണം. അതിന്റെ അടുത്ത സ്റ്റെപ്പ് വരെ അടുത്തതാണ് മൂന്നാമത്തെ ഭാഗം കേട്ടോ. ഇനീഷ്യൽ പ്ലാൻസ്. എന്താണ് ഇനീഷ്യൽ പ്ലാൻസിനകത്ത് വരുന്നത് നോക്കാം. It explains what will be done to learn more about the patient's condition, treat the condition, and instruct the patient about the condition. അതായത് ഒരു ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വിശദാംശങ്ങളാണ് അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? What will be done to learn more about the patient condition, അല്ലെ? ആ ഒരു പേഷ്യന്റിന്റെ അവസ്ഥയെ പറ്റി മനസ്സിലാക്കാൻ ഇനി എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ എന്താ പറയാ ഡയഗ്നോസിസ് നടത്തണം അല്ലെ എന്നതിനെ പറ്റിയിട്ടും, അതുപോലെ ട്രീറ്റ് ദ കണ്ടീഷൻ, ആ കണ്ടീഷനെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം, എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അതുപോലെ ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് അബൌട്ട് ദ കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് പേഷ്യൻസിന് എന്തൊക്കെ നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഇങ്ങനെയുള്ള പ്ലാനുകളായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകളായിരിക്കും നമ്മൾ എന്തിനകത്ത് രേഖപ്പെടുത്തുന്നത്? ഇനീഷ്യൽ പ്ലാനിനകത്ത് രേഖപ്പെടുത്തുന്നത്. അതൊക്കെ പ്ലാനുകളാണ് അല്ലെ, ആ ഒരു രോഗത്തിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളാണ് അല്ലെ, ആസൂത്രണമാണ് അതിനകത്ത് നടക്കുന്നത്. അതായത് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ കുറേയും കൂടെ നമുക്ക് ഡയഗ്നൈസ് ചെയ്യാനും കൺഫേം ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഫർദർ എന്തൊക്കെ സ്റ്റഡി ചെയ്യണം, ഇനി എങ്ങനെ ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് അത് ഓവർകം ചെയ്യാൻ പേഷ്യന്റിന് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്ലാനുകളുടെയും വിശദാംശങ്ങൾ ഈ ഒരു ഇനീഷ്യൽ പ്ലാനിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താ പറയുന്നത്? കണ്ടീഷൻ ഡൗട്ടഡ് or not to be ruled out are noted in the initial plan. അത് മാത്രമല്ല സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ഇത് നമ്മള് ഒരു പേഷ്യന്റിന് ഒരു രോഗാവസ്ഥ വരുമ്പോ സ്വാഭാവികമായിട്ടും ഡോക്ടർക്ക് ഒരു അസംഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. അവരുടെ സിംറ്റംസുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ ടെസ്റ്റുകളിലൂടെയൊക്കെ ഒരു രോഗത്തെ പറ്റിയിട്ട്, രോഗാവസ്ഥയെ പറ്റിയിട്ട്, അതിന്റെ ലെവലിനെ പറ്റിയിട്ട് ഡോക്ടർക്ക് ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും അല്ലെ, ഡോക്ടർക്ക് ഒരു അസംഷൻ ഉണ്ടായിരിക്കും. അതിനകത്ത് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉറപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് കണ്ടീഷൻ ഡൗട്ടർ ഓർ നോട്ട് ടു ബി റൂൾഡ് ഔട്ട്, അതായത് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ ഈ ഒരു ഇനീഷ്യൽ പ്ലാനിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കും? നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്? സ്പെസിഫിക് പ്ലാൻസ് ഫോർ ഈച്ച് പ്രോബ്ലം ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു ദ മോർ ഇൻഫർമേഷൻ ഫോർ ഡയഗ്നോസിസ് മാനേജ്മെന്റ് ബ്രാക്കറ്റിൽ റൂൾഡ് ഔട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കറിയാലോ പ്രോബ്ലം ലിസ്റ്റ് പ്രകാരം നമ്മൾ ഓരോ പ്രോബ്ലംസ് അക്കമിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പ്രോബ്ലത്തിനും വ്യക്തിഗതമായിട്ട് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ നമ്മൾ അതിനെ പരിഹരിക്കാനുള്ള സ്പെസിഫിക് പ്ലാനുകൾ അതിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു 18 പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ പ്രോബ്ലത്തിനായിട്ടുള്ള സ്പെസിഫിക് പ്ലാൻ, രണ്ടാമത്തെ പ്രോബ്ലത്തിനുള്ള സ്പെസിഫിക് പ്ലാൻ, അങ്ങനെ ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് ഉള്ള സ്പെസിഫിക് പ്ലാനുകൾ അതിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അത് മാത്രമല്ല അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് കാറ്റഗറി ചെയ്തിട്ടാണ് അവര് അവിടെ പ്ലാനുകൾ തയ്യാറാക്കുന്നത്. ഇൻ ടു ദ മോർ ഇൻഫർമേഷൻ ഫോർ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ്, പിന്നെ അത് കൂടുതൽ കൺഫേം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡയഗ്നോസിസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് മാനേജ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അടുത്തത് എന്താണ്? തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീറ്റ്മെന്റ് പ്ലാനുകളാണ് അല്ലെ. എന്തൊക്കെ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ ഉണ്ട്? അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്രഗ്സ്, എന്തൊക്കെ മരുന്നുകളാണ്, മരുന്നുകളെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, പ്രൊസീജിയറുകൾ, എന്തൊക്കെ നടപടിക്രമങ്ങളാണ്, സർജറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും.
പിന്നെ അതോടൊപ്പം പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മളിവിടെ പറഞ്ഞില്ലേ, ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് അബൌട്ട് ദ കണ്ടീഷൻ അല്ലെ. പേഷ്യന്റിന്റെ കണ്ടീഷനെ പറ്റിയിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം അല്ലെ, ഒരു ഗൈഡൻസ് അവർക്ക് കൊടുക്കണം അല്ലെ. മരുന്നിനെ പറ്റിയും അവരുടെ രോഗാവസ്ഥയെ പറ്റിയൊക്കെ പേഷ്യന്റിന് ചിലപ്പോൾ നമുക്കൊരു അവയർനെസ്, ഒരു കൗൺസിലിംഗ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? പ്ലാനുകളാണ്. ആ ഒരു കണ്ടീഷനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള പ്ലാനുകളാണ് അല്ലെ. ട്രീറ്റ്മെന്റും അതുപോലെ കൗൺസിലിങ്ങും അതൊക്കെ പ്ലാനുകളുടെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇനീഷ്യൽ പ്ലാനിനകത്ത് ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഒക്കെയാണോ? ഇനീഷ്യൽ പ്ലാൻ എന്താണെന്ന് മനസ്സിലായോ? എന്തൊക്കെയാണെന്നുള്ളത്. അടുത്തത് വരുന്നത് നാലാമത്തെ ഭാഗം എന്താണ്? പ്രോഗ്രസ് നോട്ട്. അതിങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് നിങ്ങൾ ഓർത്താൽ മതി. പ്ലാനുകൾ തയ്യാറാക്കി നമ്മളത് നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പേഷ്യൻസിൽ എന്തുണ്ടാവും? പ്രോഗ്രസ് ഉണ്ടാവും, പുരോഗതി ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രോഗ്രസ് നോട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രോഗ്രസ് നോട്ടിനകത്ത് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഫോളോ ഫോർ ഈച്ച് പ്രോബ്ലം അല്ലെ. ഓരോ പ്രോബ്ലത്തിന്റെയും ഫോളോ അപ്പ് ആണ് നമ്മൾ എന്തിനകത്ത് രേഖപ്പെടുത്തുന്നത്? പ്രോഗ്രസ് നോട്ടിനകത്ത് രേഖപ്പെടുത്തും. ഓൾറെഡി നമ്മൾ പ്രോഗ്രസ് നോട്ട് പഠിച്ചതാണ് അല്ലെ. ക്ലിനിക്കൽ ഡാറ്റയിൽ പഠിച്ചില്ലേ നമ്മള്? പ്രോഗ്രസ് നോട്ടിനകത്ത് അഡ്മിഷൻ നോട്ട് ഉണ്ടായിരിക്കും, അതുപോലെ ഫോളോ അപ്പ് നോട്ട് ഉണ്ടാവും, ഫൈനൽ നോട്ട് ഉണ്ടാവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഓരോ പ്രോബ്ലത്തിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ഫോളോ അപ്പ് അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ഈച്ച് നോട്ട് ഈസ് പ്രൊസീഡഡ് ബൈ ദ നമ്പർ ആൻഡ് ടൈറ്റിൽ ഓഫ് ദ ആക്ട് പ്രോബ്ലം ആൻഡ് കണ്ടെയ്ൻസ് എനി ഓഫ് സോപ്പ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, പ്രോബ്ലം ലിസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ പ്രോബ്ലത്തിനും ഓരോ നോട്ട്, അതായത് ഓരോ പ്രോഗ്രസ് നോട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ആ നോട്ടിന്റെ മുകളിലായിട്ട് ആ പ്രോബ്ലത്തിന്റെ നമ്പറും ആ പ്രോബ്ലം എന്താണെന്നുള്ള ഒരു ചുരുക്ക രൂപവും അതിന് രേഖപ്പെടുത്തും. ഓക്കെ, കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഓരോ പ്രോബ്ലത്തിനും സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രോഗ്രസ് നോട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ആ ഒരു ഓരോ പ്രോബ്ലത്തിന് ഓരോ നോട്ടുകളായിരിക്കും. അപ്പൊ ഓരോ നോട്ടിന്റെ മുകളിലായിട്ട് ആ പ്രോബ്ലത്തിന്റെ നമ്പറും എന്താണ് പ്രോബ്ലം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു സമ്മറിയും അതിന്റെ മുൻപിലായിട്ട് രേഖപ്പെടുത്തും കേട്ടോ. അത് രേഖപ്പെടുത്തുന്നത് ഒരു പ്രത്യേക ഫോർമാറ്റിലാണ്. ആ ഫോർമാറ്റ് ആണ് അവിടെ ഇറ്റ് കണ്ടെയ്ൻസ് എനി ഓഫ് സോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. സോപ്പ് എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റ് ആണത്. ഓക്കെ, അതാണ് ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോപ്പ് നമ്മളിപ്പോ പറയുന്ന POMR ഒരു ഫോർമാറ്റ് ആണ്. നമ്മൾ POMRനകത്ത് പ്രോഗ്രസ് നോട്ട് എഴുതുന്നത് ഒരു പ്രത്യേക ഫോർമാറ്റിലാണ്. ആ ഫോർമാറ്റ് ആണ് ഇത് സോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. SOAP, സോപ്പ്. അത് നോക്കാം. ദ പ്രോസസ് ഓഫ് റിസീവിംഗ് എ നോട്ട് ബൈ എനി ഓർ ഓൾ ഓഫ് ദ ഫോളോയിങ് എലിമെന്റ്. അപ്പൊ എങ്ങനെയൊക്കെ ഏതൊക്കെ എലിമെന്റ്സുകളാണ് അതിനകത്ത് വരുന്നത്, ഏത് ഫോർമാറ്റിലാണ്? അപ്പൊ നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പ്രത്യേക ഫോർമാറ്റിലല്ലേ നമ്മൾ ആദ്യം ഫ്രം എഴുതും, പിന്നെ ടു എഴുതും, പിന്നെ സബ്ജക്ട് എഴുതും, പിന്നെ റെസ്പെക്ടഡ് സാർ അല്ലെങ്കിൽ റെസ്പെക്ടഡ് മാഡം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടന്റ് എഴുതും, അവസാനം നമ്മൾ യുഎസ് ഫെയ്ത്ത്ഫുള്ളി പ്ലേസ്ഡ് ഡേറ്റ്, അങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ട്. എന്നതുപോലെ പ്രോഗ്രസ് നോട്ടില് നമ്മൾ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് ഈ ഒരു സോപ്പ് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. അതില് എസ് എന്താണ്? സോപ്പിലെ എസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എസ് സ്റ്റാൻഡ്സ് ഫോർ സബ്ജക്റ്റീവ് എന്നാണ് കേട്ടോ. എസ് എന്താണ്? സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സിംറ്റോമാറ്റിക്. സിംറ്റോമാറ്റിക് എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഒരു പേഷ്യന്റിന്റെ രോഗലക്ഷണങ്ങള്, അവരുടെ പ്രോബ്ലംസുകള്, അവരുടെ പ്രധാനപ്പെട്ട കംപ്ലൈന്റുകള്, കൺസേൺസുകള്, അതാണ് നമ്മൾ ആദ്യം രേഖപ്പെടുത്തുന്നത്. സബ്ജക്റ്റീവ് ആയിരിക്കും. സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ സബ്ജക്റ്റ്? ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ കംപ്ലൈന്റുകളാണ് അല്ലെ, അവരുടെ സിംറ്റംസുകൾ, അവരുടെ രോഗലക്ഷണങ്ങള്, അവർക്കുള്ള കംപ്ലൈന്റുകള്, അവരുടെ കൺസേൺസ്, അവരുടെ ആശങ്കകള്, അതൊക്കെയാണ് സബ്ജക്റ്റീവിനകത്ത് ഉൾപ്പെടുത്തുന്നത്. എസ് ഫോർ സബ്ജക്റ്റീവ്. ഓക്കെ, ഓ എന്താണ്? ഓ എന്താണ്? ഒബ്ജക്റ്റീവ് ആണ്. അതാണ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷറബിൾ ഓർ ഒബ്സർവബിൾ. അതായത് നമുക്കൊരു രോഗിയുടെ കണ്ടീഷനിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അതിനകത്ത് വരുന്നത്? അതായത് നമ്മളിപ്പോ ഒരു പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസ് അല്ലെ, ബ്ലഡ് പ്രഷർ, അല്ലെങ്കിൽ എന്താ പറയാ ഓക്സിജൻ സാച്ചുറേഷൻ, ഇതൊക്കെ എന്താണ്? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മെഷർ ചെയ്ത് കണ്ടെത്താൻ നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ചില ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ട് അല്ലെ. അങ്ങനെയുള്ളതാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ അവിടെ രേഖപ്പെടുത്തുന്നത്. ദാറ്റ് മീൻസ് മെഷറബിൾ ആയിട്ടുള്ള, ഒബ്സർവബിൾ ആയിട്ടുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻസ്. അതിനകത്ത് എന്തൊക്കെ വരുന്നതെന്ന് പറഞ്ഞത് അവരുടെ എന്തൊക്കെയായിരിക്കും? വൈറ്റൽ സയൻസ്, അതുപോലെ തന്നെ ലാബ് റിസൾട്ടുകള്, റേഡിയോളജി റിസൾട്ടുകള്, അതൊക്കെ നമ്മൾ മെഷർ ചെയ്ത് കണ്ടെത്തുന്ന, ഒബ്സർവ് ചെയ്ത് കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. അതൊക്കെയാണ് ഒബ്ജക്റ്റീവിനകത്ത് ഉൾപ്പെടുത്തുന്നത്.
Then A എന്താണ്? A for assessment. Assessment എന്താണ്? It is the interpretation or impression of the present condition. അല്ലെ? അതായത് ആ ഒരു രോഗിയുടെ നിലവിലെ കണ്ടീഷനെ പറ്റിയിട്ടുള്ള ഡോക്ടറുടെ ഇന്റർപ്രിട്ടേഷൻ, അല്ലെ? ഡോക്ടറുടെ അസസ്മെന്റ്, വിലയിരുത്തൽ. അതാണ് എ എന്ന് പറയുന്നത്, അല്ലെ? എ ഫോർ അസസ്മെന്റ് ആണ്. ആരെ പറ്റിയുള്ള അസസ്മെന്റ് ആണ്? പേഷ്യന്റിനെ പറ്റിയിട്ടുള്ള ഡോക്ടറുടെ അസസ്മെന്റ്, അല്ലെ? ഓക്കെ. ദെൻ അവസാനം വരുന്ന പി ആണ്. പി എന്താണ്? പി ഫോർ പ്ലാൻ ആണ് ഉദ്ദേശിക്കുന്നത്. പി ഫോർ പ്ലാൻ ആണ്. അതിന് വേണ്ട ആസൂത്രണങ്ങൾ നടത്തുന്നു. ഇത്രയും ഈ ഒരു ഫോർമാറ്റിൽ ആദ്യം നമ്മൾ സബ്ജക്റ്റീവ് ആയിരിക്കും. അതിനകത്ത് നമ്മൾ പേഷ്യന്റിന്റെ സിംറ്റംസുകൾ, കംപ്ലൈൻസുകൾ, അവരുടെ കൺസേൺസ് രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്കൊരു പേഷ്യന്റിന്റെ മെഷറബിൾ ആയിട്ടുള്ള, നമുക്ക് എന്താ പറയാ, ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവരുടെ വൈറ്റൽ സയൻസ് അല്ലെങ്കിൽ ലാബ് റിസൾട്ട്, റേഡിയോളജി റിപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ രേഖപ്പെടുത്തുക. പിന്നെ വരുന്നത് അസസ്മെന്റ് ആണ്. അതായത് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷനെ പറ്റിയുള്ള ഡോക്ടറുടെ വിലയിരുത്തൽ. ഇവയ്ക്കെല്ലാം ഒരു പ്ലാൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പ്രോഗ്രസ് നോട്ട് എഴുതുന്നത്. അതിനെയാണ് സോപ്പിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. ദ റൈറ്റിംഗ് ഓഫ് പ്രോഗ്രസ് നോട്ട്സ് ഇൻ ദ POMR ഫോർമാറ്റ് ഈസ് ഓഫൻ റെഫേർഡ് ടു ആസ്, എന്താണ് അതിനെ റെഫർ ചെയ്യുന്നത്? സോപ്പിംഗ്. എന്താണ് പറയാ? സോപ്പിംഗ്. അതായത് POMR ഫോർമാറ്റില് പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ആ ഒരു ഫോർമാറ്റിന് നമ്മൾ എന്താ പറയാ? സോപ്പിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? POMR മനസ്സിലായോ? ഇതോടുകൂടി അത് അവസാനിക്കാണ് കേട്ടോ. അപ്പൊ POMR കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. POMR എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ആണ്. പ്രോബ്ലത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. അതിന് 4 പാർട്ടുകളുണ്ട്. ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻസ്, ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? പ്രോഗ്രസ് നോട്ട്. ഈ POMR പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ഫോർമാറ്റിനെയാണ് നമ്മൾ സോപ്പ് എന്ന് പറയുന്നത്. സോപ്പിനകത്ത് S ഫോർ സബ്ജക്റ്റീവ് ആണ്, O ഫോർ ഒബ്ജക്റ്റീവ് ആണ്, A ഫോർ അസസ്മെന്റ് ആണ്, P ഫോർ പ്ലാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്താണ് അടുത്തത് കേട്ടോ, മൂന്നാമത്തെ ഫോർമാറ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. എന്താണ്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ ആ പേര് സൂചിപ്പിക്കുന്നുണ്ട്. ആ പേരിൽ നമുക്ക് പലതും മനസ്സിലാവും. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സമന്വയിപ്പിക്കാന്നുള്ള അർത്ഥമല്ലേ? എല്ലാം ഒന്നിച്ച് അതല്ലേ ഇന്റഗ്രേറ്റഡിന്റെ അർത്ഥം. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് ഒക്കെ എങ്ങനെയായിരിക്കും? ഒരു രോഗിയെ പറ്റിയിട്ട് കിട്ടുന്ന എല്ലാ വിവരങ്ങളും ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അല്ലാണ്ട് നമ്മൾ അവിടെ ഒരു സോഴ്സിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് അങ്ങനെയൊന്നും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നില്ല. എന്ത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ? ഒരു രോഗിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൊണ്ടുവന്ന് ആ ഒരു റെക്കോർഡിൽ രേഖപ്പെടുത്തുന്നു. അതായിരിക്കും ഇത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അല്ലാണ്ട് SOMR പോലൊരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടോ POMR പോലൊരു പ്രോബ്ലം വൈസ് ആയിട്ടോ ഒന്നും നമ്മൾ അവിടെ തിരിക്കുന്നു. കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തി വെക്കുന്നു. അതാണ് ഇത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. All forms are compiled in strict chronological order. ഇവിടെ എന്താണ്? ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാലക്രമത്തില് എന്ന് പറഞ്ഞാൽ വിത്ത് ഡേറ്റ്. ഡേറ്റിനനുസരിച്ചുകൊണ്ട് ഇന്നത്തെ ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, നാളത്തെ ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റന്നാളത്തെ ഡേറ്റിൽ എന്തൊക്കെ, അങ്ങനെ ആ ഡേറ്റിനനുസരിച്ചുകൊണ്ട് ആ രോഗിയെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാം കമ്പൈൻ ചെയ്യും. അതാണ് എന്ത്? ഇന്റഗ്രേഷൻ. അതാണ് കേട്ടോ. ഓൾ ഫോംസ് ആർ കമ്പൈൻഡ് ഇൻ സ്ട്രിക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. അപ്പൊ ക്രോണോളജിക്കൽ ഓർഡറിൽ എല്ലാ ഫോംസുകളും ഒരുമിപ്പിക്കുന്നത് ഏത് ഫോർമാറ്റിലാണ്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിലാണ് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി പറയുന്നത് എന്താണ്? ഓൺ ദ നഴ്സിംഗ് സ്റ്റേഷൻ ദ മോസ്റ്റ് കറന്റ് എൻട്രീസ് വിൽ ബി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ റെക്കോർഡ്. എന്താണ്? ഓൺ ദ നഴ്സിംഗ് സ്റ്റേഷൻ ദ മോസ്റ്റ് കറന്റ് എൻട്രീസ് വിൽ ബി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ റെക്കോർഡ്. അതായത് ഏറ്റവും കറന്റ് ഇൻഫർമേഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എവിടെയായിരിക്കും? ആ ഒരു റെക്കോർഡിന്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. മനസ്സിലായോ? ഏറ്റവും കറന്റ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ ഒരു റെക്കോർഡിന്റെ ബിഗിനിങ്ങിൽ, ആരംഭത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിട്ട് ഓൺ ദ ഡിസ്ചാർജ് ഇറ്റ് വിൽ ബി റീഓർഗനൈസ്ഡ്. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വിവരങ്ങൾ എന്ത് ചെയ്യും? റീഓർഗനൈസ് ചെയ്യും. സോ ദാറ്റ് ദ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് റീഡ്സ് ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ്, അതായത് ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ
നമുക്കൊരു കറക്റ്റ് ഫ്ലോയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ പറയാണ്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇപ്പോൾ റെക്കോർഡിന്റെ ബിഗിനിങ്ങിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ചേർത്ത് ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രി റെക്കോർഡിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ബിഗിനിങ്ങിലായിട്ടുണ്ടായിരിക്കും. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കിട്ടിയ വിവരങ്ങളെയൊന്നും ഒന്ന് എന്ത് ചെയ്യുന്നു, റീഓർഗനൈസ് ചെയ്യുന്നു. ഏത് രീതിയിൽ റീഓർഗനൈസ് ചെയ്യും? ക്രോണോളജിക്കൽ ഓർഡറിൽ റീഓർഗനൈസ് ചെയ്യും. അപ്പൊ നമുക്ക് അഡ്മിഷൻ ടു ഡിസ്ചാർജ് എന്നുള്ള രീതിയിൽ ഒരു ഫ്ലോയിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു തിങ്കളാഴ്ച അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, അയാൾ വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്യാണ് കേട്ടോ. അപ്പൊ തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്ത് വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്ത് പോയ ഒരു പേഷ്യന്റ്. അപ്പൊ ആ 5 ദിവസം അയാള് ആ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോ ആദ്യത്തെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രകാരം കറണ്ട് എൻട്രി ആണ് റെക്കോർഡിന്റെ ബിഗിനിങ്ങിൽ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും ആ റെക്കോർഡിന്റെ ബിഗിനിങ്ങിൽ ഉണ്ടാകുന്നത് ഏത് ദിവസത്തെ ഡാറ്റകളായിരിക്കും? വെള്ളിയാഴ്ചത്തെ ഡാറ്റ ആയിരിക്കും അല്ലെ. കാര്യം തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്തു, വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്തു പോയി. അപ്പൊ വെള്ളിയാഴ്ചത്തെ വിവരങ്ങളല്ലേ ഏറ്റവും കറണ്ട് എൻട്രി എന്ന് പറയുന്നത്. അത് ആ റെക്കോർഡിന്റെ ഫ്രണ്ടിലായിരിക്കും. ഇപ്പൊ ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ടുഡേ എന്നുള്ള രീതിയിൽ അവർ എഴുതി വെക്കും. അപ്പൊ അന്ന് എന്താണ് നടന്നിട്ടുള്ളത്, അന്നിപ്പോ ഡിസ്ചാർജ് സമ്മറി ആൻഡ് പ്രോഗ്രസ് നോട്ട് എന്ന് രേഖപ്പെടുത്തും. അതിന്റെ തലേ ദിവസം തേഴ്സ്ഡേ, തലേ ദിവസം ഇപ്പൊ എന്താണ് ഒരു എക്സാമ്പിൾ ഇപ്പൊ ഡോക്ടർ നോട്ട് അല്ലെ, ഡോക്ടർ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. ബുധനാഴ്ച ആണെങ്കിൽ ഒരു ലാബ് ടെസ്റ്റ് ആണെങ്കിൽ ലാബ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചത്തെ രേഖപ്പെടുത്തിയിരിക്കും. ചൊവ്വാഴ്ച ആണെങ്കിൽ ചിലപ്പോൾ ഒരു അഡ്മിഷൻ ഹിസ്റ്ററിന്നോ അല്ലെങ്കിൽ അഡ്മിഷൻ ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തും. തിങ്കളാഴ്ച അഡ്മിഷൻ നോട്ട് എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തും. ഇതൊക്കെ ഒരു എക്സാമ്പിൾ പറയാം. അങ്ങനെയായിരിക്കും ആ റെക്കോർഡ് കാണാനായിട്ട് കഴിയുക. ഇനി ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞേ, ഇറ്റ് വിൽ ബി റീഓർഗനൈസ്ഡ് എന്ന് പറയും അല്ലെ. അപ്പൊ ഇങ്ങനെയായിരിക്കും നിലവിൽ എടുക്കുന്നുണ്ടാവാം. അതായത് ഫ്രൈഡേയിലത്തെ ടുഡേ എന്നുള്ള രീതിയിൽ അന്ന് ചെയ്തിട്ട് തലേ ദിവസം തേഴ്സ്ഡേ, വെനസ്ഡേ, അതുപോലെ ട്യൂസ്ഡേ, മൺഡേ ആ രീതിയിലായിരിക്കും റെക്കോർഡ് തുറക്കുമ്പോൾ കാണാൻ പറ്റുക. ഇനി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് വിൽ ബി റീഓർഗനൈസ്. ഇങ്ങനെ റീഓർഗനൈസ് ചെയ്യും. ക്രോണോളജിക്കൽ ഓർഡറിൽ റീഓർഗനൈസ് എന്ന് പറയാൻ ഞാൻ തിരിക്കും. നമ്മളത് മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള രീതിയിലുണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ വിവരങ്ങളെ റീഓർഗനൈസ് ചെയ്യും. അപ്പൊ മൺഡേയിൽ ആദ്യം നടന്നത് അഡ്മിഷൻ നോട്ട്, ട്യൂസ്ഡേയിൽ നടന്നത് അഡ്മിഷൻ ഹിസ്റ്ററി, വെനസ്ഡേയിൽ ലാബ് റിസൾട്ട്, തേഴ്സ്ഡേയിൽ നടന്നത് ഡോക്ടർ നോട്ട്, ഫ്രൈഡേയിൽ നടന്നത് എന്തായാലും ഡിസ്ചാർജ് സമ്മറി എന്നുള്ള രീതിയിൽ അതിനെ റീഓർഗനൈസ് ചെയ്യും. അപ്പൊ എന്താണ് കറക്റ്റ് നമുക്ക് ആ അഡ്മിഷൻ ടു ഡിസ്ചാർജ് എന്നുള്ള രീതിയിൽ കറക്റ്റ് ഫ്ലോയിൽ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റില്ലേ. മൺഡേയിൽ തുടങ്ങി ഡിസ്ചാർജ് ഫ്രൈഡേ നടന്നത് വരെയുള്ള ആ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഫ്ലോയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സോ എ പേഷ്യന്റ് റെക്കോർഡ് may have the history and the physical examination that is followed by a progress note, then a nurse's note, x-ray report, additional progress note, കൺസൾട്ടേഷൻ റിപ്പോർട്ട് ആൻഡ് സോ ഓൺ. നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ആലോചിച്ചാൽ മതി. ഈ രീതിയിൽ ഒരു ഫ്ലോയിൽ നമുക്ക് കിട്ടും. അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലോയിൽ നമുക്ക് കിട്ടും. അതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് നമ്മൾ ഒരിക്കലും ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടോ ഒരു പ്രോബ്ലം വൈസ് ആയിട്ടോ അല്ല നമ്മൾ വിവരങ്ങളെ ഓർഗനൈസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, കിട്ടുന്ന വിവരങ്ങളെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അതും ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രി ബിഗിനിങ്ങിലായിരിക്കും. പിന്നീട് ഡിസ്ചാർജ് സമയത്ത് നമ്മൾ ഇതൊന്ന് തിരിക്കും അല്ലെ, റീഓർഗനൈസ് ചെയ്തിട്ട് അഡ്മിഷൻ ടു ഡിസ്ചാർജ് എന്നുള്ള ഒരു ഓർഡറിൽ കറക്റ്റ് ഓർഡറിലോട്ട് നമ്മളൊന്ന് തിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. എന്താണ് നോക്കി, all information on a particular episode of care is together, thus giving an exact picture of the patient illness and response to the treatment. ശരിയാണല്ലേ? അതായത് നമുക്കറിയാം ഒരു പ്രത്യേക കാലയളവില് രോഗിക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു പരിചരണം അത് നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ വരെയുള്ള ആ ഒരു കാര്യം, ഒരു പ്രത്യേക കാലയളവ് 5 ദിവസമാണല്ലോ പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ട് അവിടെ കിടന്നത്. ആ ഒരു ടൈമിൽ ആ രോഗിക്ക് കിട്ടിയിട്ടുള്ള പരിചരണങ്ങള് നമുക്ക് ഒരുമിച്ച് കിട്ടുന്നില്ലേ ഇവിടെ? മൺഡേ ടു ഫ്രൈഡേ, മൺഡേയിൽ എന്ത് ചെയ്തു, ട്യൂസ്ഡേയിൽ എന്ത് ചെയ്തു, അപ് ടു ഫ്രൈഡേ വരെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ കിട്ടുമ്പോ an exact picture of the patient illness and response to treatment അല്ലെ. ആ ഒരു പേഷ്യന്റിന്റെ രോഗാവസ്ഥയിലുള്ള ഒരു എക്സാക്ട് പിക്ചർ നമുക്ക് കറക്റ്റ് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു, അതിനോടുള്ള പേഷ്യന്റിന്റെ റെസ്പോൺസ് എന്തായിരുന്നു, അതൊക്കെ നമുക്ക് കറക്റ്റ് ഒരു ഫ്ലോയില് കാണാനായിട്ട് സാധിക്കും അല്ലെ. അതെന്താണ്, പേഷ്യൻസ് പ്രോഗ്രസ് ക്യാൻ ബി ഡിസൈഡഡ് റാപ്പിഡ്ലി അല്ലെ. പേഷ്യന്റിന്റെ ആ ഒരു പ്രോഗ്രസ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും.
അതേസമയം നിങ്ങൾ മറ്റുള്ളതൊന്നും ചിന്തിച്ചു നോക്കിയേ, നമ്മൾ സോഴ്സ് വൈസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ പ്രോബ്ലം ആണെങ്കിൽ നമുക്കത് പറ്റില്ല. ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേക കാലയളവിൽ രോഗിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കറക്റ്റ് ഒരു ഫുൾ ഇമേജ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. ക്ലിയർ? ഓക്കെ ആണല്ലോ? മനസ്സിലായില്ലേ? മറ്റൊരു ടീച്ചർ ഇനി ഡിസ്അഡ്വാൻറ്റേജ് എന്താന്ന് നോക്കാം കേട്ടോ. അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് പറയുന്നത് സിമിലർ ഇൻഫർമേഷൻ ഇസ് ഡിഫിക്കൽട്ട് ടു ബി കമ്പയർഡ് ബിക്കോസ് ഓൾ ദ റിപ്പോർട്ട്സ് ഓഫ് വൺ ടൈപ്പ് ആർ നോട്ട് ടുഗെദർ ഇൻ ദ റെക്കോർഡ്. ശരിയല്ലേ? അതായത് ഒരേപോലെയുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, ഒരേ ടൈപ്പ് ഡാറ്റകൾ ഒരുമിച്ചല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഒരേപോലെയുള്ള വിവരങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ. ഇപ്പൊ നോക്കിയേ, നമ്മളിപ്പോ സോഴ്സ് SOMR പഠിച്ചപ്പോ ലാബ് റിപ്പോർട്ട് ഒരുമിച്ചാണ് വെക്കുന്നത്, റേഡിയോളജി റിപ്പോർട്ട് ഒരുമിച്ചാണ് വെക്കുന്നത്, ICU റിപ്പോർട്ട് ഒരുമിച്ചാണ് വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് കമ്പാരിസൺ നടത്താൻ എളുപ്പമുണ്ട്. ആ ഒരു പേഷ്യന്റിന്റെ ലാബ് റിപ്പോർട്ട് മാത്രമാണെങ്കിൽ നമ്മൾ ആ ലാബ് റിപ്പോർട്ട് സെക്ഷൻ എടുത്തതിനെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ കമ്പാരിസൺ അറിയാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ സാധിക്കുമോ? ഇല്ല. കാര്യം ഒരേ ടൈപ്പിലുള്ള വിവരങ്ങൾ ഒരുമിച്ചല്ല, പല സ്ഥലങ്ങളിലായിട്ട് സ്കാറ്റേഡ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു മൺഡേ അഡ്മിറ്റ് ചെയ്ത് അന്നൊരു ലാബ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, പിന്നെ ലാബ് ടെസ്റ്റ് നടത്തുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പൊ വ്യാഴാഴ്ചത്തെ ഡേറ്റിലായിരിക്കും അത് കിടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് കാണുമ്പോ ആ ഒരു കമ്പാരിസൺ ചെയ്യാനുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ആണല്ലോ. അതാണ് അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽസ് ഓൺലി വൺ ഇൻഡിവിജ്വൽ ക്യാൻ റെക്കോർഡ് അറ്റ് എ ടൈം. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? ഇപ്പൊ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് എടുക്കുന്ന ഷുഗർ ലെവലാണല്ലോ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ. അത് ശരിക്കും ദിവസത്തിൽ ഒരു പ്രാവശ്യം എടുക്കുള്ളൂ, വൺസ് ഇൻ എ ഡേ അല്ലെ. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ പൊതുവെ ആ ഒരു ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് മോർണിംഗിലാണ് പൊതുവെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കാം. അപ്പൊ അത് വൺസ് ഇൻ എ ഡേയിലാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു റീഡിംഗേ ഉണ്ടാവുള്ളൂ, ഒരു എൻട്രിയെ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. പിന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്ന മറ്റേതെങ്കിലും ദിവസമായിരിക്കും. അപ്പൊ ആ ദിവസത്തിലായിരിക്കും ആ റീഡിംഗ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ട് വരില്ലേ? തിങ്കളാഴ്ച ചെയ്തു, പിന്നെ വ്യാഴാഴ്ച എന്തായിരുന്നു കമ്പാരിസൺ, അല്ലെങ്കിൽ വ്യാഴാഴ്ചത്തെ ഡേറ്റിൽ പോയി നോക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഡേറ്റ് വൈസ് ആണ് കേട്ടോ. അത്രയേ ഉള്ളൂ അതിനകത്ത്. അപ്പൊ 3 ഫോർമാറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. SOMR എന്താണ്, POMR എന്താണ്, ഇന്റഗ്രേറ്റ് മെഡിക്കൽ. ഇതോട് കൂടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന ചാപ്റ്ററുടെ അവസാനിക്കാൻ കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? മെഡിക്കൽ റെക്കോർഡ് എന്താണ്, അതൊരു ലീഗൽ റെക്കോർഡാണ്. പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട എന്താ പറയുക, ഒരു ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ നമ്മൾ 6 ഡിജിറ്റ് നമ്പറിനെ പറ്റി പറഞ്ഞു, പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്, രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ, റെഫറൽ സംവിധാനങ്ങൾ, ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. അതുപോലെ ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ 2 ഡിപ്പാർട്ട്മെന്റിൽ 2 രീതിയിലാണ് നമ്മൾ അത് സ്റ്റോർ ചെയ്ത് ഫയൽ ചെയ്ത് വെക്കുന്നത്. പിന്നെ കണ്ടന്റുകളെ പറ്റി, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, റിലീസ് ചെയ്യാൻ അധികാരപ്പെട്ടവർ ആരൊക്കെയാണ്, അതുപോലെ തന്നെ ലാമ പേഷ്യന്റിന് എങ്ങനെയാണ്, റെക്കോർഡ് മിസ്സായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, പിന്നെ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് മരണമൊഴി രേഖപ്പെടുത്തുന്നത്, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ബാക്കിയുള്ള 3 പേര്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. 30 ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും ഒരു മെഡിക്കൽ റെക്കോർഡ് നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ട് വെക്കാൻ പാടില്ല അല്ലെ. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കണ്ടന്റ് 2 കാറ്റഗറി നമ്മൾ പറഞ്ഞു, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകൾ, ക്ലിനിക്കൽ ഡാറ്റകളൊക്കെ നോക്കി വെക്കണം കേട്ടോ. ഫിസിഷ്യൻ ഓർഡർ എന്താണ്, ഫിസിക്കൽ എക്സാമിനേഷൻ എന്താണ്, പാത്തോളജി റിപ്പോർട്ട് എന്താണ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ഫയലിംഗ് മെത്തേഡ് ആണ് പഠിച്ചത്. അതിൽ TSP അല്ലെ, ടെർമിനൽ ഡിജിറ്റൽ ഫയലിംഗിന്റെ കോഡ് എന്തായിരുന്നു? TSP. ഡിജിറ്റൽ ഫയലിംഗിന്റെ കോഡ് എന്തായിരുന്നു? SPT. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ ഈ 3 പറഞ്ഞ രീതിയിലുള്ള ഫോർമാറ്റ് അത്രയുള്ള അതിനകത്ത് പഠിക്കാനായിട്ട് കേട്ടോ. ക്ലിയർ? അപ്പൊ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്താണ് അതെ, പ്ലാൻ എന്ന് ഉദ്ദേശിച്ചത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം അല്ലെ. നമ്മൾ പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? പ്രോബ്ലംസ് ഒക്കെ കിട്ടി, എന്ത് വേണം? ആ പ്രോബ്ലംസ് പരിഹരിക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കണം അല്ലെ. അതായത് ഓരോ പ്രോബ്ലത്തിനെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്ത് എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യണം, അതിന് ആ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ എന്തൊക്കെ സ്റ്റഡി, എന്തൊക്കെ ഡയഗ്നോസിസ്, ഫർദർ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ നടത്തണം, അങ്ങനെയുള്ള പദ്ധതികളൊക്കെയാണ് ഇനീഷ്യൽ പ്ലാനിനകത്ത് രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം.
ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഒരു വലിയൊരു ചാപ്റ്റർ ആണ്. ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അത് കേൾക്കുമ്പോഴൊന്നും വലിയ രസം തോന്നില്ല. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. എന്താണെന്ന് അറിയാം, ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് എനേബിളിച്ച് കേട്ടോ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് എനേബിളിച്ച് ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്. പിന്നെന്താണ്, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വലിയ രസമൊന്നും ഉണ്ടാവില്ല കേൾക്കാനായിട്ട്. ക്ലാസ് ഒക്കെ എടുത്തിരിക്കുമ്പോൾ ഭയങ്കര ബോറാണല്ലോ, ഞങ്ങൾക്ക് ഉറക്കം വരണോ അങ്ങനെയൊക്കെ തോന്നുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ നമുക്ക് പഠിക്കണം. ഈ ഒരു ചാപ്റ്ററിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമുക്ക് 4th മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ഇതും ഈ ചാപ്റ്റർ അതും റിലേറ്റീവ്സ് ആണ് കേട്ടോ. അതായത് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് എനേബിളിച്ച് ഇതിലെ കുറെ കണ്ടന്റുകൾ എവിടെ വരുന്നുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റിനകത്തും വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങളിത് പഠിക്കുകയാണെങ്കിൽ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ അധികം അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ തുടക്ക പേജുകളൊക്കെ പറയുന്ന കാര്യങ്ങള് ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കാം. എനിക്കിത് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് എനേബിളിച്ച് അല്ലെ. അപ്പൊ ഏരിയയിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്വാളിറ്റി അഷ്വർ ചെയ്യണം. ഏറ്റവും ശരിക്കും ഈ ഒരു ചാപ്റ്ററിന്റെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മള് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങൾ, ആ സേവനങ്ങളുടെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഒരു ക്വാളിറ്റി എപ്പോഴും ഉറപ്പ് വരുത്തിക്കൊണ്ടായിരിക്കണം നമ്മളിപ്പോ അതിപ്പോ ഒരു ഹോസ്പിറ്റൽ മാത്രമല്ല, എന്തൊരു സ്ഥാപനം, മറ്റൊരാൾക്ക് ഒരു സേവനം കൊടുക്കുന്ന ഏതൊരു സ്ഥാപനം ആയിക്കഴിഞ്ഞാൽ ക്വാളിറ്റി അഷ്വർ ചെയ്തിരിക്കണം അല്ലെ. ക്വാളിറ്റി ഉറപ്പ് വരുത്തിക്കൊണ്ടായിരിക്കണം നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോ നമ്മൾ ഈ ഒരു ക്വാളിറ്റി അഷ്വർ ചെയ്യാനും അതിന് അംഗീകാരം കൊടുക്കുന്നതിനായിട്ട് ഒരു ബോർഡ് ഉണ്ട്. അതാണ് NABH എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് NABH? അപ്പൊ NABHന്റെ ഫുൾ ഫോം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. നോട്ട് ചെയ്തോളൂ. NABHന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ, എഴുതി വെക്കുക കേട്ടോ. നാഷണൽ NATIONA നാഷണൽ അക്രഡിറ്റേഷൻ, അക്രഡിറ്റേഷൻ ACC REDITATION അക്രഡിറ്റേഷൻ ബോർഡ് BOARD ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കിട്ടിയോ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നോട്ട് ചെയ്ത് വെക്കുക. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോ നാഷണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ വിത്തിൻ ഇന്ത്യ അല്ലെ, നമ്മുടെ ഇന്ത്യക്കകത്ത് ഈ പറയുന്ന ഹോസ്പിറ്റലുകൾക്കും മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനൊക്കെ അംഗീകാരം അല്ലെ, അക്രഡിറ്റേഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണിത് NABH എന്ന് പറയുന്നത്. അപ്പോൾ അക്രഡിറ്റേഷൻ, ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റിയിൽ വേണം എന്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട്? സേവനങ്ങള് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് എനേബിളിച്ച്. ഓക്കെ, അപ്പോ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ഒന്നും മനസ്സിലാവില്ല, ഇങ്ങനൊന്ന് വായിക്കാം. Degree to which a series of inherent characteristics that fulfill needs. ബ്രാക്കറ്റിലെ International Organization for Standardization. Characteristics suggest a distinguishing feature. Requirements are a need or assumption that is stated. Correct ആണ് കേട്ടോ. ലേസി കറക്റ്റ് ആണ് കേട്ടോ. എക്സ്പെൻഷൻ. Requirements are a need or assumption that is stated, normally implied or mandatory. Degree of adherence to the pre-established criteria or standards. അതിന് മനസ്സിലായോ? വായിച്ചിട്ട് വായിച്ചോക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചോ. എന്തെങ്കിലും കത്തുന്നുണ്ടോ നോക്ക്. ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെ. അത് തന്നെയാണ് അതിന്റെ കുഴപ്പം. അതായത് പരസ്പര ബന്ധമില്ലാത്ത രീതിയിലാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്.
പക്ഷെ നമുക്ക് അത് എങ്ങനെയാ നോക്കാം. ഇവിടെ പറയുന്നത് ക്വാളിറ്റി എന്താണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് പഠിക്കുമ്പോൾ ആദ്യം ക്വാളിറ്റി എന്താണെന്ന് പഠിക്കാം അല്ലെ. എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും? നമ്മുടേതായ രീതിയിൽ ഒന്ന് ചിന്തിച്ചു. എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ പറയണം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സേവനമാണ് എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ ആവശ്യകതകൾ അത് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. ഗുണമേന്മ അല്ലെ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗുണമേന്മ. അത് എന്തർത്ഥത്തിലാണൊക്കെ ഞാൻ പറയുകയാണ്. ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞാൽ നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ, ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്, നല്ല പ്രോഡക്റ്റ് ആണ്. എന്തുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്? എന്റെ പല ആവശ്യകതകൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെ. അതുപോലെ ഞാൻ പറയുന്ന ആ ഹോസ്പിറ്റലിലെ സേവനം നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് കേട്ടോ, ആ ഹോസ്പിറ്റലാണ്, ഇനി അവിടെ പോയാൽ മതി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? എനിക്ക് ആ ഒരു സർവീസിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില നീഡ്സുകളുണ്ട്, എന്റേതായ ചില റിക്വയർമെന്റ്സുകളുണ്ട്, എന്റെ ചില ആവശ്യങ്ങളുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടല്ലേ ഞാൻ പറയുന്നത് ആ സേവനം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന്. പിന്നെ വേറൊരു കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കണം. എനിക്ക് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരു പക്ഷെ ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ ആവശ്യകതകൾ അനുസരിച്ചിരിക്കും. ഇപ്പൊ എന്റെ ആവശ്യകതകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുന്നു നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നു. അതേസമയത്ത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാവും എന്തെങ്കിലും റിക്വയർമെന്റ്സ്, നീഡ്സ്, നിങ്ങൾ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ക്വാളിറ്റി ഉള്ളതായിട്ട് മാറും. ആണല്ലോ? ഓക്കെ. അപ്പൊ അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറൊരു തരത്തിൽ അതിനെ ഡിഫൈൻ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാര് എന്തർത്ഥത്തിലാണ് ക്വാളിറ്റി പറയുന്നത് ആ ഒരു രീതിയിലാണ് ഞാനിപ്പോ പറഞ്ഞത്. പക്ഷെ അതുകൂടാതെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങള്, ചില സ്റ്റാൻഡേർഡുകളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള സർവീസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് വിപണിയിലോട്ട് ഇറക്കുമ്പോൾ അല്ലെ, അതിന് കൃത്യമായിട്ടുള്ള ചില സ്റ്റാൻഡേർഡുകളുണ്ട്. ആ സ്റ്റാൻഡേർഡുകളൊക്കെ അത് കീപ്പപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അതിന്റെ ബ്രാൻഡ് നോക്കിയിട്ടാവാം അല്ലെങ്കിൽ പല ടെസ്റ്റുകൾ നടത്തി അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റി പറയുന്നത് അല്ലെ. അതിപ്പോ ഒരു പ്രോഡക്റ്റിന്റെ മാത്രമല്ല ഒരു സർവീസിന്റെ ആയാലും അങ്ങനെ തന്നെയാണ്. ആ ഒരു കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒന്ന് വായിച്ചേ. ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ടു ഫുൾഫിൽ നീഡ്സ്. എന്താണ് പറയുന്നത്? ആരുടെ നീഡ്സ് ആണ്? കസ്റ്റമേഴ്സ് അല്ലെ. കസ്റ്റമേഴ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സ് ആരാണ്? അവിടെ വരുന്ന പേഷ്യൻസ് ആണ് അല്ലെ. അതായത് പേഷ്യൻസിന്റെ നീഡ്സ്, അവരുടെ റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യങ്ങളെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എത്രത്തോളം ഫുൾഫില്ല് ചെയ്യുന്നുണ്ട് എന്നതിന്റെ വ്യാപ്തിയാണ് അവിടെ എന്തുദ്ദേശിക്കുന്നത്? ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇറ്റ് ഈസ് ദ ഡിഗ്രി. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? വ്യാപ്തിയാണ്. അതായത് ആളുകളുടെ നീഡ്സുകള് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങള്, റിക്വയർമെന്റ്സിനെ എത്രത്തോളം ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സേവനം ഫുൾഫില്ല് ചെയ്യുന്നുണ്ട്, സംതൃപ്തമാക്കുന്നുണ്ട് എന്നതിന്റെ ഡിഗ്രി, ദാറ്റ് മീൻസ് എന്നതിന്റെ വ്യാപ്തി, അതിന്റെ അളവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇവിടെ എന്ത് ചേർക്കണം എന്നറിയോ? ക്വാളിറ്റി ഈസ് the degree to which a series of inherent characteristics that to fulfill the needs of a customer. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് അർത്ഥം മനസ്സിലാവും. ഒരു കസ്റ്റമറിന്റെ നീഡ്സിനെ എത്രത്തോളം ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നതിന്റെ, എന്ത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സേവനം, അവരുടെ ആവശ്യങ്ങൾ എത്രത്തോളം ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നതിന്റെ വ്യാപ്തിയാണ് അവിടെ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അതിൽ പറഞ്ഞ ടേംസുകൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഓരോ ടേംസിന്റെ മീനിങ്ങുകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ പറഞ്ഞത് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സജസ്റ്റ് ഡിസ്റ്റിങ്ഷൻ ഫീച്ചർ. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സവിശേഷത. ഒന്നിനെ മറ്റൊന്നിനെ വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ഷൻ ഫീച്ചർ ആണ് അല്ലെ. എഴുതിയെടുത്തോട്ടെ. എഴുതിയെടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് നിങ്ങളുടെ മെമ്മറിയിൽ ഇരുന്നാൽ മതി, എഴുതിയൊന്നും എടുക്കണമെന്നൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയാൽ മതി സംഭവം. ക്യാരക്ടറിസ്റ്റിക് സജസ്റ്റ് എ ഡിസ്റ്റിങ്ഷൻ ഫീച്ചർ. ഓക്കെ. പിന്നെ റിക്വയർമെന്റ്. റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീഡാണ്. ഇവിടെ നീഡ്സ് എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞില്ലേ, അതിന്റെ മീനിങ് ആണ് അവിടെ ഉദ്ദേശിച്ചത്. അത് റിക്വയർമെന്റ്. നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വയർമെന്റ് ആണ് അല്ലെ. റിക്വയർമെന്റ്സ് ആർ എ നീഡ്
or assumption that is stated normally implied or mandatory. നമ്മൾ പറഞ്ഞ നീഡ് എന്ന് പറയുന്നത് ആവശ്യം. ഈ ആവശ്യം എന്ന് പറയുന്നത് അത്യാവശ്യങ്ങളും ഉണ്ട്, അല്ലാതെ ആവശ്യങ്ങളുണ്ട്. ആവശ്യം അത്യാവശ്യം തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അതായത് നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിക്വയർമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു അസംഷൻ. അസംഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ആണ്, ഒരു പ്രതീക്ഷയാണ് അല്ലെ. നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സർവീസ് എടുക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളുണ്ട് അല്ലെ. അതാണ് അവിടെ നീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നീഡ് മീൻസ് ഇറ്റ് ഈസ് ദ റിക്വയർമെന്റ് ഓർ അസംഷൻ. അസംഷൻ മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ അല്ലെ. ഇപ്പൊ ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ആ പ്രോഡക്റ്റ് എന്റെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് ഇംപ്ലൈഡ് ഓർ മാൻഡേറ്ററി. ദാറ്റ് മീൻസ് നിർബന്ധമായിട്ടുള്ള ചില ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലാതെ നമുക്ക് നോർമലി വേണ്ട കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓഫ് സ്റ്റാൻഡേർഡ്. അതായത് ഈ സ്റ്റാൻഡേർഡ് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓഫ് സ്റ്റാൻഡേർഡ്സ്. അതായത് പ്രീ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് മീൻസ് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളാണ്. അപ്പൊ അത്തരം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എത്രത്തോളം അത് പാലിക്കപ്പെടുന്നുണ്ട്, മുൻകൂട്ടി ആ ഒരു മാനദണ്ഡങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട് എന്നതിന്റെ വ്യാപ്തിയെ നമുക്ക് എന്ത് പറയാം? ക്വാളിറ്റി എന്ന് പറയാം. രണ്ട് രീതിയിൽ നമ്മൾ ക്വാളിറ്റീനെ ഡിഫൈൻ ചെയ്തതാണ്. ഒന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യകതകളെ, റിക്വയർമെന്റ്സിനെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എത്രത്തോളം ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നതിന്റെ വ്യാപ്തിയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു. മറ്റൊരു രീതിയിൽ നമുക്ക് ക്വാളിറ്റിയിൽ എങ്ങനെ പറയാം? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ് പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓഫ് സ്റ്റാൻഡേർഡ്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ, സ്റ്റാൻഡേർഡ്സുകളെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നതിന്റെ വ്യാപ്തിയാണ് ക്വാളിറ്റി. അത് വേറൊരു തരത്തിലുള്ള ഡെഫിനിഷൻ. പിന്നെ മനസ്സിലായല്ലോ? അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സവിശേഷതകളാണ്. നീഡ് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട് അല്ലെ. അത്യാവശ്യമായിട്ടുള്ള നീഡ്സുകളുണ്ട്, അല്ലാണ്ട് നോർമലി നമുക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയോ? അവിടെ എന്താ പറഞ്ഞ? ക്വാളിറ്റി എന്താണെന്നാണ് പറഞ്ഞത്. ക്വാളിറ്റീനെ ഡിഫൈൻ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഒന്ന് വായിച്ചു കേട്ടോ. ഇനി ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കി. Degree to which a series of inherent characteristics that fulfill the needs. Characteristics suggest a distinguishing feature. Requirements are a need or assumption that is stated, normally implied or mandatory. It is the degree of adherence to pre-established criteria or standards. അപ്പൊ തുടക്കം പറഞ്ഞത് ക്വാളിറ്റിയുടെ ഒരു ഡെഫിനേഷൻ ആണ്, അവസാനം പറഞ്ഞത് ക്വാളിറ്റിയുടെ മറ്റൊരു ഡെഫിനേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ ഇടയിൽ ഒരാള് പറഞ്ഞിട്ടുണ്ട് ISO അല്ലെ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ISO ട്ടോ. ISOന്റെ ഫുൾ ഫോം ആണ് കേട്ടോ, അത് പഠിച്ചു വെക്കണേ. ISOന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അതെന്ന് പറഞ്ഞാല് ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ദാറ്റ് മീൻസ് നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റുകള്, സർവീസുകള്, അതിന്റെ ക്വാളിറ്റി, അതിന്റെ സേഫ്റ്റി, അതൊക്കെ നമ്മൾ അഷ്വർ ചെയ്യാനായിട്ട് ചില സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. നമ്മൾ പറയാം ISO സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, ISO സർട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യാനായിട്ട് ചില മാനദണ്ഡങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു. അത്തരം മാനദണ്ഡങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുന്ന, മുന്നോട്ട് വെക്കുന്ന ഒരു, അതൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ ISO എന്ന് പറയുന്നത്. ISOന്റെ ISO സ്റ്റാൻഡർഡൈസ് എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ ISOന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അത് തന്നെയാണ്. നിങ്ങൾ ISO എന്ന് കേൾക്കുമ്പോ IS സ്റ്റാൻഡർഡൈസേഷൻ അടുത്ത് വരുന്നതെന്ന് ചിന്തിക്കുക, അങ്ങനെ ചിന്തിക്കരുത്. ഇതാണ് എന്റെ കറക്റ്റ് എക്സ്പാൻഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ആണ് കേട്ടോ. ക്വാളിറ്റി, അപ്പൊ ആദ്യം നമ്മൾ ക്വാളിറ്റി അഷ്വറൻസിനകത്ത് ക്വാളിറ്റി എന്നുള്ള ടെർമിനെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മനസ്സിലാക്കാനായിട്ട്. ഇവിടെ കുറെ ടേമുകൾ പറയുന്നുണ്ട്. ക്വാളിറ്റി അഷ്വറൻസ് QA, അതുപോലെ ക്വാളിറ്റി കൺട്രോൾ QC, പിന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് QI, പിന്നെ DQM.
ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇങ്ങനെ 4 ടേംസുകൾ അവിടെ നമുക്ക് പരിചയപ്പെടാറുണ്ട്. ഇവിടെ എന്താ പ്രശ്നം വരാന്ന് വെച്ച് കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം ഓപ്ഷൻസിനകത്ത് ക്വാളിറ്റി കൺട്രോൾ ഉണ്ടാകും, ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ടാകും, ക്വാളിറ്റി അഷ്വറൻസ് ഉണ്ടാകും, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. ഏതാണെന്ന് തിരിച്ചറിയാനാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിലെ സ്റ്റാർട്ടിംഗ് ഒന്ന് ഡിഗ്രി ടു വിച്ച് സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക് ഫുൾഫിൽ നീഡ്സ്. പറഞ്ഞത് മനസ്സിലായല്ലോ? അതായത് നമ്മളുടെ ആവശ്യങ്ങളെ എത്രത്തോളം ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അത് സംതൃപ്തമാക്കുന്നുണ്ട് എന്നതിന്റെ അളവ്, എന്നതിന്റെ വ്യാപ്തി, അതാണ് എന്ത് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിന് മുമ്പ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ക്വാളിറ്റി ഈസ് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വാളിറ്റി ഈസ് degree to which a series of inherent characteristics that to fulfill needs of a customer. അല്ലേ? കസ്റ്റമറിന്റെ ആവശ്യങ്ങളെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നതിന്റെ വ്യാപ്തിയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും. ക്ലിയർ ആണ്. ഇനി ഇവിടേക്ക് വരാൻ നമുക്ക് ക്വാളിറ്റി അഷ്വറൻസ് കേട്ടോ. അപ്പൊ ഓരോ ടേമുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ക്വാളിറ്റി അഷ്വറൻസ് ആണ്. അഷ്വർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പാക്കുക എന്നുള്ള അർത്ഥമല്ലേ? ഉറപ്പാക്കുക. അതായത് ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ്, ആ ഒരു പ്രോഡക്റ്റ് നമ്മളത് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് വിവിധ സ്റ്റെപ്പുകളിലൂടെയാണല്ലോ. വിവിധ സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഓരോ സ്റ്റെപ്പിനും നമ്മൾ എന്ത് ചെയ്യാണ്? ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്താണ്. അതാണ് ഇത് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഷ്വർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്താം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എന്റെ കയ്യിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇരിക്കുന്നുണ്ട്, അല്ലെ? ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആണ്, അല്ലെ? ഒരു സ്മാർട്ട് ഫോൺ. ഇതിന്റെ എന്താണ്? ഇപ്പോ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ ഇതിന്റെ സ്പീക്കർ അത് വേറൊരു സ്റ്റെപ്പാണ്. ഓക്കെ, അതുപോലെ ഇതിന് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത്, അതൊക്കെ ഓരോ സ്റ്റെപ്പുകളാണ്. അപ്പൊ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തി അവസാനം ഈ എല്ലാ സ്റ്റെപ്പുകളും അസംബിൾ ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയി? ഈ സ്മാർട്ട് ഫോണിന്റെ കാര്യം ആലോചിച്ചാൽ മതി. ഈ സ്മാർട്ട് ഫോണിന് ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, അതുപോലെ അതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പാണ്. ഇതൊക്കെ ഓരോ സ്റ്റെപ്പല്ല. അപ്പൊ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താണ്. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ക്വാളിറ്റി ഉറപ്പുവരുത്തി അതെല്ലാം അസംബിൾ ചെയ്തുകൊണ്ടാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ വിപണിയിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫൈനൽ പ്രോഡക്റ്റ് ആളുകളുടെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അത് തന്നെയാണ് എന്ത് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒന്ന് വായിച്ചു നോക്കിയേ. ക്വാളിറ്റി അഷ്വറൻസ് അഥവാ QA എന്നാണ് നമ്മൾ അതിന് നൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ദാറ്റ് ഈസ് സെന്റേർഡ് ഓൺ പ്രൊവൈഡിങ് കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. അതിൽ കോൺഫിഡൻസ് എന്നുള്ള വാക്കും ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്ന വാക്കുകളും നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തു. അതാണ് നമ്മുടെ കീവേഡ്. ആ കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ എക്സാമിന് അതിന്റെ ആൻസർ ചെയ്യുന്നത് കേട്ടോ. കാര്യം ബാക്കിയുള്ളത് പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി കിട്ടും, കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതാൻ പോകും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഫൈനൽ എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പോരാത്തതിന് എക്സാം എടുക്കാനാവുമ്പോൾ നിങ്ങൾ റിവിഷനും ചെയ്യുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ ഓരോ സ്റ്റെപ്പുകളാണെന്ന് വിചാരിക്കുക. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ്, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് രണ്ടാമത്തെ ടെസ്റ്റ്, അവസാനം നിങ്ങൾ റിവിഷൻ നടത്തുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ ഡെയിലി അറ്റൻഡ് ചെയ്തുകൊണ്ട് അതിലുള്ള ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. റിവിഷൻ ചെയ്യുന്നുണ്ട്, അതിലുള്ള ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് ഇതെല്ലാം അസംബിൾ ചെയ്ത് ഇതെല്ലാം നേടിയിട്ടാണ് നിങ്ങൾ ഫൈനൽ എക്സാമിലേക്ക് നിങ്ങൾ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സ്റ്റെപ്സുകളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈനൽ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, അതിന് നല്ലൊരു സ്കോർ കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ ഇല്ലയോ? പറഞ്ഞേ, ഉണ്ടാവില്ലേ? ഉണ്ടാവും.
അത് തന്നെയാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ക്വാളിറ്റി ഉറപ്പ് വരുത്തിക്കൊണ്ടല്ലേ ഫൈനൽ പ്രോഡക്റ്റിലോട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഫൈനൽ പ്രോഡക്റ്റിൽ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവില്ലേ? അതിനെയാണ് ക്വാളിറ്റി അഷുറൻസ്. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ദാറ്റ് ഇസ് സെന്റേർഡ് ഓൺ പ്രൊവൈഡിംഗ് കോൺഫിഡൻസ്. നമുക്കൊരു ആത്മവിശ്വാസം തരുന്നു. എന്ത് ആത്മവിശ്വാസം തരുന്നു? ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. ഫ്യൂച്ചർ ആണ് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് അതിലൂടെ ലഭിക്കും. എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പ്രോഡക്റ്റ് വിപണിയിലോട്ട് എത്തിക്കുന്നില്ല, വിപണിയിലോട്ട് എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോ സ്റ്റെപ്പുകളും ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നു. സ്വാഭാവികമായിട്ട് ഇതെല്ലാം അസംബിൾ ചെയ്തു വരുന്ന ഫൈനൽ പ്രോഡക്റ്റ് അത് ആളുകളുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നു. ദാറ്റ് ഈസ് കോൾഡ് ക്വാളിറ്റി അഷുറൻസ്. അപ്പൊ നിങ്ങൾ എക്സാമിന് വരുമ്പോൾ ഈ കോൺഫിഡൻസ് എന്നുള്ള വാക്ക്, ആ കീവേഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. വിൽ ബി സാറ്റിസ്ഫൈഡ്, അതൊരു ഫ്യൂച്ചറിനാണ് പറയുന്നത്. ആ രണ്ട് കീവേഡ് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ക്വാളിറ്റി അഷുറൻസ് ആയിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് കേട്ടോ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, QI കേട്ടോ, QI. അവിടെ ഏത് കീവേഡ് ആണ് നോട്ട് ചെയ്തിരിക്കുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഈസ് എൻ ഓൺഗോയിങ് റെസ്പോൺസ്. ഓൺഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായിട്ടുള്ള. ഒന്ന് നിങ്ങൾ ചിന്തിച്ചേ, ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മെച്ചപ്പെടുക. അതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നതാണോ? അല്ല, നമ്മൾ ഡെയിലി പ്രാക്ടീസിലൂടെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്നു, എക്സാം ചിലപ്പോൾ മാർക്ക് കുറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ അടുത്ത എക്സാമിലേക്ക് വരുമ്പോൾ കുറെ കൂടെ ചിലപ്പോൾ കൂടുതൽ പഠിക്കും, കുറെ കൂടെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യും. ചിലപ്പോൾ കുറെ കൂടെ നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കും ഫൈനൽ എക്സാം വരുന്നത്, കുറെ കൂടി ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് അല്ലെ, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നതാണോ? അല്ല. അപ്പൊ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന വാക്കിനെ നിങ്ങൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? ഓൺഗോയിങ് റെസ്പോൺസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓൺഗോയിങ്ങിന്റെ ശരിക്കുള്ള മീനിങ് എന്താ അറിയോ? കണ്ടിന്യൂസ് എന്ന് അർത്ഥം. തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അപ്പൊ അവിടെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വരുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത കീവേഡ് ഓൺഗോയിങ് റെസ്പോൺസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് കേട്ടോ. അതാണ് അവിടെ നോട്ട് ചെയ്യുക. Quality improvement is an ongoing response to the quality evaluation data about a service in ways that enhance the process by which services are given to consumers or patients. അതായത് നമുക്കൊരു പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങള് കാലക്രമേണ മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നം, ഓൺഗോയിങ് തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ ഇന്ന് ഇത്രയും മതി കേട്ടോ. ഇത്രയും മതി. അപ്പൊ നമ്മള് ക്വാളിറ്റി എന്താണെന്നുള്ളതും ക്വാളിറ്റി അഷുറൻസ് എന്താണെന്നുള്ളതും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി. ക്വസ്റ്റ്യൻ വരുമ്പോ ഓൺഗോയിങ് റെസ്പോൺസിന് കണ്ടാൽ ഉടനെ ഓർത്തു അത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ്. ഇനി പ്രൊവൈഡിംഗ് കോൺഫിഡൻസ് ദാറ്റ് റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ് എന്നുള്ള കീവേഡ് കാണണമെങ്കിൽ അതെന്തായിരിക്കും? ക്വാളിറ്റി അഷുറൻസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ തെറ്റ് വരില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സെക്കൻഡ് ഒന്ന് പറഞ്ഞുതരുമോ? പറഞ്ഞ ഏതാണ്? ഏതാ പറഞ്ഞത്? ഒന്നുകൂടി പറയോ? ഞാൻ കേട്ടില്ല. അടുത്ത് ഇംപ്രൂവ്മെന്റ് ആണോ ചോദിച്ചത്? ഓക്കെ. ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് QI എന്നാണ് നമ്മൾ അതിനെ നോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് റെസ്പോൺസ് ടു ക്വാളിറ്റി ഇവാലുവേഷൻ ഡാറ്റ about a service in ways that enhance the process by which services are given to consumers or patients. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ കൺസ്യൂമേഴ്സ് പേഷ്യൻസ് ആണ്. അപ്പൊ പേഷ്യൻസിന് ഏറ്റവും നല്ല സേവനങ്ങൾ കൊടുക്കാൻ, ഏറ്റവും നല്ല സേവനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ, അതായത് കാലക്രമേണ അവർക്ക് കൊടുക്കുന്ന സേവനങ്ങൾ മികച്ചതാക്കുന്നതിനുള്ള നിരന്തരമായിട്ടുള്ള ഒരു പ്രയത്നം, ഓൺഗോയിങ് റെസ്പോൺസ്, തുടർച്ചയായിട്ട് നടത്തുന്ന ആ ഒരു പ്രയത്നം, ആ ഒരു എന്താ പറയാ പ്രവർത്തനം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
പറയുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇംപ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തലാണ്. മെച്ചപ്പെടുത്താന്ന് പറഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യമല്ലേ? ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മെച്ചപ്പെടാൻ പറ്റും. ചിലപ്പോൾ ഇന്നത്തേക്കാളും കൂടുതൽ നാളെ മെച്ചപ്പെടാൻ പറ്റും, നാളത്തേക്കാൾ കൂടുതൽ മറ്റന്നാൾ മെച്ചപ്പെടാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഒരു ഓൺഗോയിങ് റെസ്പോൺസ് ആണ്, ഒരു തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോ നമ്മൾ കൊടുക്കുന്നത് പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ, ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ എന്താണ് കൂടുതൽ കൂടുതൽ മികവുറ്റതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലക്രമേണ നടത്തുന്ന ആ ഒരു പ്രയത്നം, നിരന്തരമായിട്ടുള്ള ആ ഒരു റെസ്പോൺസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതി, ഓൺഗോയിങ് റെസ്പോൺസ് ടു ക്വാളിറ്റി ഇവാലുവേഷൻ ഡാറ്റ അബൌട്ട് എ സർവീസ് in ways that enhance the process by which services are given to consumers and patients. കൺസ്യൂമേഴ്സിന് പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ ഏറ്റവും മികച്ചതാക്കാൻ, എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഓൺഗോയിങ് റെസ്പോൺസ്, നിരന്തരമായിട്ടുള്ള പ്രയത്നം, ദാറ്റ് ഈസ് കോൾഡ് ക്വാളിറ്റി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ടേംസുകൾ നമുക്ക് നാളെ അല്ലല്ലോ, മറ്റന്നാൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.